എവർക്കും വിനീത് നമസ്കാരം. പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു സീറ്റ് ഏതാണെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ തന്നെ നമുക്കത് ഉത്തരം പറയാൻ സാധിക്കും. അത് തൃശൂർ പാർലമെന്റ് മണ്ഡലമാണ്. സുരേഷ് ഗോപി അവിടെ BJP സ്ഥാനാർത്ഥിയാകുന്നതോട് കൂടി തന്നെ ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കൂട്ടത്തിൽ കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ CPIയുടെയും സ്ഥാനാർത്ഥികൾ ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് കഴിഞ്ഞ 2019 തിരഞ്ഞെടുപ്പിൽ TN പ്രതാപൻ ഏകദേശം 1 ലക്ഷത്തിന് മുകളിൽ വോട്ടുകൾക്ക് വിജയിച്ച ഒരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ TN പ്രതാപൻ തന്നെ ഇത്തവണയും തൃശ്ശൂരിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകും എന്നുള്ള ഒരു സാധ്യതയാണ് ഇത്രയും ദിവസം നിലനിന്നത്. ഇതിനെ പൊളിച്ചടുക്കിക്കൊണ്ട് ഇപ്പോൾ പുതിയൊരു വാർത്ത വന്നിരിക്കുകയാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിന് TN പ്രതാപൻ തന്നെ അറിയിച്ചിരിക്കുന്നു തൃശ്ശൂരിൽ തനിക്ക് മത്സരിക്കാനുള്ള താല്പര്യമില്ല എന്നുള്ള ഒരു വാർത്ത. ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ടർ അരുൺ കുമാറിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും TN പ്രതാപന് നിലവിൽ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള താല്പര്യമില്ലാത്തതെന്ന് നമ്മളൊന്ന് പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. കഴിഞ്ഞ 5 വർഷം ഈ മണ്ഡലത്തിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി നടത്തിയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. രാഷ്ട്രീയത്തിനുപരിയായിട്ട് അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം തന്റെ സ്വന്തം കയ്യിൽ നിന്ന് പണം എടുത്തുകൊണ്ട് ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊണ്ട് അല്ലെങ്കിൽ ഇതെല്ലാം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്വീകാര്യത അത് നിസ്സാരമല്ല. സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് കൂട്ടത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ വലിയ രീതിയിലുള്ള ഒരു പിന്തുണയും. ജനുവരി മാസം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും പരസ്യമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആരംഭം കുറിക്കുന്നത് പോലെയായിരുന്നു വനിതാ സംഗമത്തിൽ അദ്ദേഹം പങ്കെടുത്തത്. 2 ലക്ഷത്തിന് മുകളിലാണ് സ്ത്രീകൾ തൃശ്ശൂരിലെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തത്. വീണ്ടും ഈ മാസം 17-ാം തീയതി അദ്ദേഹം ഗുരുവായൂരിൽ നമ്മുടെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് എത്തുന്ന വാർത്തയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി ഇന്നലെ കൂടി അതിന്റെ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് എടുത്തു നോക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഇത്തവണത്തെ വിജയ സാധ്യത അത് സുരേഷ് ഗോപിക്ക് തന്നെയാണെന്നുള്ള ഒരു ചിന്താഗതി TN പ്രതാപനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ മനസ്സിലെത്തിയതിന്റെ പേരിലായിരിക്കാം ഇങ്ങനെ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് എത്രത്തോളം വലിയ രീതിയിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഗുണം ചെയ്യുമോ ഇല്ലയോ എന്ന് നമ്മൾക്കറിയില്ല. TN പ്രതാപനേക്കാളും നല്ല ഒരു സ്ഥാനാർത്ഥി കോൺഗ്രസിന് അവിടെ നിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഇതിലും കടുപ്പമായിരിക്കും സുരേഷ് ഗോപിയെ സംബന്ധിച്ച് മത്സരമെന്നതിലും തർക്കമില്ല. CPIയും അതുപോലെ തന്നെയാണ് ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടെത്തിച്ചുകൊണ്ട് തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു വലിയ ഒരു പ്രചരണത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ നിൽക്കുകയാണ്. നമ്മളെല്ലാവരും കഴിഞ്ഞ ഒരു 2014 തിരഞ്ഞെടുപ്പ് ചരിത്രമൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രാജ്യത്ത് നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്ന സമയത്തും തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കാര്യമായിട്ടുള്ള ഒരു വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാനൊന്നും അവിടെ BJPക്ക് സാധിച്ചിരുന്നില്ല. അവിടെ മത്സരിച്ചിരുന്ന ശ്രീശൻ എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ BJPയുടെ ഒരു നേതാവിന് ലഭിച്ചത് 1,02,000 വോട്ടുകളാണ്. ഈ 1,02,000 വോട്ടുകൾ 2014 ലഭിച്ചത് 2019 സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിയായ സമയത്ത് 1,91,000 വോട്ടുകൾ അദ്ദേഹം വർദ്ധിപ്പിച്ച് 2,93,000 എന്നുള്ള ഒരു വലിയ സംഖ്യയിലേക്ക് 28% വോട്ടുകളിലേക്ക് അവിടെ BJPയെ എത്തിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൂടി എടുത്ത് നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. പൂർണ്ണമായിട്ടും വിജയ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി അത് BJPയുടെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി തന്നെയാണ്. ഇതിനിടയിൽ മോദിജി പങ്കെടുത്ത പരിപാടി സ്ഥലത്ത് ചാണകവെള്ളം തെളിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെ ഒക്കെ പ്രവർത്തകർ നടത്തിയ ഒരു പ്രഹസനമെല്ലാം നമ്മൾ എല്ലാവരും കണ്ടാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലെ ഒരു പ്രതിഷേധമൊക്കെ നടത്തിയെന്ന് മനസ്സിലായില്ല. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇതുപോലെ മോശപ്പെട്ട ഒരു അല്ലെങ്കിൽ വളരെ മോശമായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം പങ്കെടുത്ത സ്ഥലം ചാണകവെള്ളം ഉപയോഗിച്ചുകൊണ്ട് തെളിച്ച് ശുദ്ധീകരിക്കണം എന്നുള്ള ചിന്താഗതിയൊക്കെ ആയിട്ട് നടക്കുന്ന ഇവിടുത്തെ കോൺഗ്രസിന്റെ യുവജന വിഭാഗങ്ങളൊക്കെ അവരുടെയൊക്കെ മാനസികാവസ്ഥ എത്രത്തോളം വികൃതമാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. അത് കഴിഞ്ഞിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് TN പ്രതാപൻ തന്നെ പരസ്യമായിട്ട് ഇതിനെ തള്ളിപ്പറഞ്ഞു. ഞങ്ങൾ ആരും ഇങ്ങനെ ഒരു പ്രതിഷേധത്തിനായിട്ട് അനുവാദം നൽകിയിട്ടില്ല, അങ്ങനെ ഒരു പ്രതിഷേധത്തിന്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിങ്ങനെ പിൻവാങ്ങിയിരുന്നു. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ BJPയുടെ ജില്ലാ അധ്യക്ഷൻ അനീഷ് കുമാർജി അദ്ദേഹം പറഞ്ഞത് ഇവിടെ ചാണകവെള്ളം തെളിക്കാനുള്ള ശ്രമമോ അല്ലെങ്കിൽ ചാണകവെള്ളം തെളിക്കുന്ന ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ TN പ്രതാപനെ ചാണകവെള്ളത്തിൽ ഞങ്ങൾ മുക്കും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ TN പ്രതാപൻ ഒരു കാര്യം പറഞ്ഞത്, ഈ പ്രതിഷേധത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്നുള്ള ഒരു കാര്യം. അപ്പോൾ നമ്മളെല്ലാവരും ഈ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ചരിത്രം എടുത്ത് നോക്കുമ്പോഴും ഈ TN പ്രതാപൻ അടക്കമുള്ള പല നേതാക്കന്മാരോട് തൃശ്ശൂർ ജില്ലയുടെ പ്രവർത്തനമൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് ബോധ്യമാകും. സ്ഥിരത പുലർത്തുന്ന ഒരു നേതാവല്ല. നാട്ടികയിൽ MLA ആയിട്ട് ജയിച്ച TN പ്രതാപൻ അതിനുശേഷം നാട്ടികയിൽ മത്സരിക്കാതെ
കൊടുങ്ങല്ലൂര് വന്നിട്ടാണ് മത്സരിച്ചത്. ഇവിടെയും ജയിച്ചു. ഇവിടെ മത്സരിച്ചതിന് ശേഷം അദ്ദേഹം വീണ്ടും മത്സരിക്കാതെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എത്തിയ സമയത്ത് തൃശ്ശൂരിൽ മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു നിലപാടുകൾ എടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയിട്ടാണ് ടി എൻ പ്രതാപൻ. സ്ഥിരമായിട്ട് ഒരു മണ്ഡലമോ സ്ഥിരമായിട്ട് ജനങ്ങൾക്ക് അദ്ദേഹത്തിനെ കാണാനോ സാധിക്കില്ല. ഇപ്പോൾ തൃശ്ശൂർ പോയിട്ട് വ്യക്തിപരമായിട്ടുള്ള പല റിപ്പോർട്ടുകളും ഞാൻ ഈ ചാനലിൽ എടുത്തിട്ടിരുന്നു. അപ്പോൾ ഈ ചാനലിൽ ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ ജനങ്ങളോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ടി എൻ പ്രതാപൻ എന്ന് പറയുന്ന MP യെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു കാര്യം അവിടുത്തെ ജനങ്ങൾ പൂർണ്ണമായിട്ടും പറയാണ്, 1% പോലും നമ്മുടെ തൃശ്ശൂർ എന്ന് പറയുന്ന പാർലമെന്റ് മണ്ഡലത്തിന് ഒരു ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ടി എൻ പ്രതാപൻ എന്ന് പറയുന്ന MP സാധിച്ചിട്ടില്ല. 5 വർഷം വെറും പാഴ് MP ആയിട്ട് മാത്രമേ ഇദ്ദേഹത്തെ കാണാൻ സാധിക്കൂ എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തകളാണ് അവിടുന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിരന്തരമായിട്ട് നമ്മുടെ ഈ ഒരു കേരളത്തിൽ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലം എന്നുള്ള നിലയിലേക്ക് തൃശ്ശൂരിൽ BJPയുടെ സ്വാധീനം അത് നിസ്സാരമല്ല എന്നുള്ള രീതിയിലേക്ക് വളർത്തിയിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ പങ്കും അതിൽ നമ്മളൊന്ന് കൃത്യമായിട്ട് ഉറ്റുനോക്കണം. ഇപ്പൊ ഗുരുവായൂരിൽ നരേന്ദ്രമോദിജി വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ BJP പ്ലാൻ ചെയ്യുന്ന പ്രോഗ്രാം എന്തൊക്കെയാണെന്ന് പോലും നമ്മൾക്കറിയില്ല. BJP എപ്പോഴും വളരെ അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. രാജ്യത്ത് മുഴുവൻ അങ്ങനെ തന്നെയാണ്. നിലവിൽ BJPയുടെ സംഘടനാ നേതൃത്വം ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സംവിധാനങ്ങൾ അത് നിസ്സാരമല്ല. ഇപ്പോ കഴിഞ്ഞ വർഷം യുവം പരിപാടി കൊച്ചിയിൽ നടത്തിയ സമയത്ത് മോദിജി വന്നിരുന്നു, റോഡ് ഷോ നടത്തിയിരുന്നു. ഗംഭീര പരിപാടിയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് യുവജനങ്ങളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് BJPക്ക് ഇതുപോലെ സമൂഹത്തിൽ നിന്ന് അല്ലെ പാർട്ടി പ്രവർത്തകരോ യുവമോർച്ചയുടെ പ്രവർത്തകർക്ക് ഉപരിയായിട്ട് മോദിജിയെ കാണാൻ അല്ലെങ്കിൽ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിഷയത്തിൽ വലിയ ഒരു സംഭവം കണ്ട് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ മോദിജിയുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് യുവാക്കളെ സംഘടിപ്പിച്ചെത്തിക്കാനായിട്ട് BJPക്ക് സാധിക്കും. അപ്പോൾ അതൊക്കെ ഒരു സംഘടനാ തലത്തിലുള്ള വലിയ ഒരു വിജയം തന്നെയായിരുന്നു. അതിനുശേഷമാണ് വീണ്ടും തൃശ്ശൂര് വനിതാ സംഗമം നടത്തി. ഒരാൾക്ക് പോലും പുറത്തുനിന്ന് മറ്റൊരു പുരുഷന് ആ പരിപാടി സ്ഥലത്തേക്ക് കടക്കാൻ പോലും പറ്റാത്ത തരത്തിലേക്കുള്ള ഒരു വനിതകളുടെ കൂട്ടായ്മ തന്നെയായിരുന്നു. എത്ര ആയിരക്കണക്കിന് 2.5 ലക്ഷത്തിനടുത്ത് അമ്മമാര് പങ്കെടുത്ത ഒരു പരിപാടി BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ചരിത്രത്തിൽ ഇന്നോളം നടത്തില്ല. അപ്പോൾ ഓരോരോ തവണ അല്ലെങ്കിൽ ഓരോരോ ഘട്ടത്തിൽ മികച്ച രീതിയിലുള്ള സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നേതൃത്വത്തിന്റെ ആ ഒരു പാഠവും ഉപയോഗിച്ചുകൊണ്ട് BJPയുടെ പ്രവർത്തനത്തെ വലിയ രീതിയിൽ മുന്നോട്ടെത്തിക്കാനായിട്ട് നിലവിൽ നേതൃത്വത്തിന് സാധിക്കുന്നു. അതിന്റെ ഒരു വിജയമാണ്. അപ്പോൾ ആ ഒരു വിജയം നിലവിൽ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് വലിയ രീതിയിൽ അനുകൂലമാകാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളുമാണ് ഒരുങ്ങിയിരിക്കുന്നത്. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇത്തവണ അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല. അത്രത്തോളം വലിയ രീതിയിലുള്ള ജനകീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് നടപ്പിലാക്കിയിട്ടുള്ള വ്യക്തി കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിത്വം സ്വാഭാവികമായിട്ട് ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ തയ്യാറായി വന്നിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ മുന്നിലുള്ള ഒരേ ഒരു കാര്യം അദ്ദേഹത്തെ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു ഗുണവുമില്ലാത്ത ഒരു MP വിജയിപ്പിച്ചെടുക്കുന്നതിലും ഭേദം മികച്ച രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോരുന്ന ഒരു വ്യക്തിയെ ഇവിടെ MP ആയിട്ട് മാറ്റുക എന്നുള്ളത് തന്നെയല്ലേ ഗുണകരം എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ തന്നെയാണ് ജനങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ടി എൻ പ്രതാപൻ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ്. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.